നമസ്കാരം. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ഇപ്പോൾ രാമായണ മാസകാലമാണല്ലോ. രാമായണ മാസത്തിൽ നമ്മൾ സാധാരണ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ രാമായണം വായിച്ച് രാമായണ മാസത്തിൽ കർക്കിടക മാസത്തിൽ മുഴുവൻ സമയം രാമായണം വായിക്കുന്നു, അല്ലെങ്കിൽ അഖണ്ഡ രാമായണ പ്രഭാഷണങ്ങൾ നടത്തുന്നു. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോഴും രാമായണത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, രാമായണത്തിലെ ഓരോ കഥാപാത്രവും ഈ ലോകത്തെ മനുഷ്യനാണ് എന്നുള്ള ആ ഒരു ചിന്തയോടുകൂടി അല്ലെങ്കിൽ ആ ഒരു ധാരണയോടുകൂടി നമ്മൾ രാമായണം വായിക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന ദുശ്ചിന്തകൾ അല്ലെങ്കിൽ കർമ്മശേഷിക്കുറവ് ഇതെല്ലാം മാറ്റിയെടുക്കാനായിട്ട് രാമായണത്തിലെ ഓരോ ഭാഗവും നമുക്ക് സാധിക്കും, ഓരോ ഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ. ഇപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് കഥയോ അല്ലെങ്കിൽ ആ ഭാഗത്തെ കഥയോ ഒന്നുമല്ല. സുന്ദരകാന്ഡത്തിലെ കഥാഭാഗം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. രാമായണം വായിക്കാത്തവരോ അല്ലെങ്കിൽ രാമായണം അറിയാത്തവരോ ആരും തന്നെ ഭാരതത്തിൽ ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ രാമായണത്തിലെ മറ്റ് കഥാഭാഗത്തിലേക്കൊന്നും കടക്കേണ്ടതില്ല. പക്ഷേ നമ്മൾ ഈ കർമ്മവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കർമ്മത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചൊക്കെ നമ്മളൊന്ന് സംസാരിക്കേണ്ടതുണ്ട്. ഈ രാമായണത്തിൽ സുന്ദരകാന്ഡത്തിലുള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത്, അതിൽ രാമായണത്തിൽ സീതയും രാമനും ലക്ഷ്മണനും ഒക്കെ മുഖ്യ കഥാപാത്രങ്ങളും അല്ലെങ്കിൽ അവരുടെ വാക്കുകളും വർത്തമാനങ്ങളും മാത്രമാണ് പല കാണ്ഡങ്ങളിലും അല്ലെങ്കിൽ മുഴുവൻ കാണ്ഡങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ സുന്ദരകാന്ഡത്തിൽ ഒരു വലിയ പ്രത്യേകതയുള്ളത് വായുപുത്രനായ ഭജരംഗൻ്റെ ഭഗവാൻ ഹനുമാൻ്റെ ലീലാവിലാസങ്ങൾ അല്ലെങ്കിൽ ഭക്തിയുടെ മാർഗങ്ങൾ അല്ലെങ്കിൽ ഭക്തിയുടെ അല്ലെങ്കിൽ കർമ്മത്തിൻ്റെയൊക്കെ ഭാഗം മാത്രം മുഴച്ചു നിൽക്കുന്ന ഒരു ഭാഗമാണ് ഈ സുന്ദരകാന്ഡം എന്ന് പറയുന്ന ഭാഗം. സുന്ദരകാന്ഡത്തിൽ സീത ലങ്കയിൽ രാവണൻ്റെ തടവറയിലാണ് എന്ന് തിരിച്ചറിയുന്നു. സംഭാജി വഴിയൊക്കെ തിരിച്ചറിയുമ്പോൾ അങ്ങോട്ട് പോകുന്നതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അതിന് പോവാൻ ശക്തനായിട്ടുള്ള, സമുദ്രം മുറിച്ചു കടന്ന് പോകാൻ ശേഷിയുള്ള ഒരാൾ ആരാണ് എന്ന് തിരയുമ്പോഴാണ് അത് ഹനുമാൻ സ്വാമിയാണെന്ന് തിരിച്ചറിയുന്നതും അങ്ങനെ ഹനുമാൻ സ്വാമി ആ ദൗത്യം ഏറ്റെടുക്കുന്നതും ആ ദൗത്യവുമായി അദ്ദേഹം ഒരു മലമുകളിൽ നിന്നുകൊണ്ട് കുതിക്കുന്നു. അംഗദനടക്കമുള്ള സുഹൃത്തുക്കളെല്ലാവരും നോക്കി നിൽക്കെ തൻ്റെ ശക്തി മുഴുവൻ സംഭരിച്ചുകൊണ്ട് ആകാശത്തേക്ക് പറക്കുന്ന ഹനുമാൻ എന്ന് പറയുന്ന ഭഗവാന്റെ ആ ശക്തി അത് പർവ്വതത്തിൽ നിന്നും ഉയർന്നു പൊങ്ങുമ്പോൾ ഈ അവിടുത്തെ വൃക്ഷലതാദികളൊക്കെ എന്താ പറയുക, വൃക്ഷലതാദികളൊക്കെ പൂർണ്ണമായും മറയുന്നു എന്നുള്ളതാണ്, ഉറയ്ക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ സഞ്ചാരമധ്യേ ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു കർമ്മം ചെയ്യുമ്പോൾ, അതായത് സത്കർമ്മം ചെയ്യുമ്പോൾ തടസ്സങ്ങളും മറ്റുമൊക്കെ ഉണ്ടാവുക സ്വാഭാവികമാണ്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് പിന്മാറുന്ന ഒരു സ്വഭാവം പൊതുവിലുണ്ടാവാറുണ്ട്. എന്തെങ്കിലും ബിസിനസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളായിക്കോട്ടെ, ഒന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വരുമ്പോഴത്തേക്ക് എന്നാൽ പിന്നെ ഇത് വേണ്ടാന്ന് വയ്ക്കാറുണ്ട്. പക്ഷെ അത് പാടില്ല എന്ന് മനുഷ്യരെ, ഭക്തരെ ഓർമ്മിപ്പിക്കുന്ന ഒരു ഭക്തിയോടുകൂടി ചെയ്യുന്ന ഒരു കാര്യമാണ് ഇത്. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കർമ്മം ചെയ്യാൻ തീരുമാനിച്ചാൽ അത് പൂർണ്ണതയിൽ എത്തിക്കാനുള്ള ഇച്ഛ നമുക്ക് വേണമെന്നുള്ളത്. അതായത് രജോ സതോ തമോ ഗുണങ്ങളിലൂടെ നമ്മൾ ചിലപ്പോൾ സഞ്ചരിക്കേണ്ടി വരും. പക്ഷെ അതിനെല്ലാം നമ്മൾ നമ്മളെ മനനത്തിലൂടെ, ഭക്തിയിലൂടെ, പ്രാർത്ഥനയിലൂടെ, സത്സംഗത്തിലൂടെയൊക്കെ മാറ്റിമറിക്കണമെന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ഭാഗമാണ് ഇതിലുള്ളത്. അപ്പോൾ ഹനുമാൻ സ്വാമി സഞ്ചരിക്കുന്ന സമയത്ത് ഈ സാധാരണ ദേവന്മാരെ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ നാരദ മഹർഷിയെ ആണ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് പിന്തിരിപ്പിക്കാനുള്ള ശ്രമം നടത്താൻ വേണ്ടി, പരീക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കുക. ഇതിപ്പോൾ നമ്മൾ മറ്റൊരു കഥാപാത്രത്തെ ദേവന്മാർ പറഞ്ഞു വിടുകയാണ്. ആ കഥാപാത്രം എന്ന് പറയുന്നത് നമ്മുടെ ആ കഥാപാത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ വളരെ വലിയ ഭീമാകാരമായ രൂപത്തോടു കൂടിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആ വ്യക്തി ഇവിടെ ഇങ്ങനെ തടുത്തു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ആത്മാർത്ഥമായ പ്രവർത്തനങ്ങൾ ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ ഉണ്ടാകുന്ന ചില ആ വിഘ്നങ്ങൾ നമ്മൾ തടഞ്ഞ് അല്ലെങ്കിൽ അത് മാറ്റിയെടുക്കണം എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഭാഗമുണ്ട്. അപ്പോൾ യാത്രാമധ്യേ ഒരു സുരസ എന്ന് പറയുന്ന ഒരു രൂപം അത് ഹനുമാൻ സ്വാമിയെ
ഭക്ഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വരികയാണ്. എനിക്ക് വിശക്കുന്നു, എനിക്ക് ഭക്ഷിക്കണമെന്ന് പറയുന്നു. അപ്പോൾ സ്വാമി പറയുന്നുണ്ട്, ഹനുമാൻ സ്വാമി പറയുന്നുണ്ട്, ഞാനൊരു ദൗത്യവുമായി പോവുകയാണ്. അപ്പോൾ ആ ദൗത്യവുമായി പോയിട്ട് ഞാൻ തിരിച്ചു വരുമ്പോൾ നിനക്ക് ഭക്ഷിക്കാൻ തരാമെന്ന് പറയുകയാണ്. അപ്പോൾ ഈ ജീവി അത് സമ്മതിക്കുന്നില്ല, അത് കഴിച്ചേ മതിയാവും എന്നുള്ള നിലപാടെടുക്കുകയാണ്. ഇതാണ് നമ്മൾ ഓർക്കേണ്ടത്. ചില സമയങ്ങളിൽ നമ്മൾ ചില കൗശലങ്ങൾ പ്രയോഗിക്കണം, അല്ലാതെ അവിടെ ബഹളമുണ്ടാക്കി നിന്ന് സമയം കളയാനായിട്ട് സമയമില്ല എന്ന് ബോധിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കൗശലം ഹനുമാൻ സ്വാമി ചെയ്യുകയാണ്. അപ്പോൾ ഹനുമാൻ സ്വാമി പറയുന്നു, എന്നാൽ നീ ഒരു കാര്യം ചെയ്തോളൂ, നീ വായ തുറന്നോളൂ, നീ കഴിച്ചോളൂ എന്ന് പറയുകയാണ്. അപ്പോൾ ആ ജീവി ആ സരസ വായു പിളരുമ്പോഴത്തേക്കും ആ വായു പിളറിനേക്കാളും വലിയ രൂപത്തിലേക്ക് ഹനുമാൻ സ്വാമി വളരുന്നുണ്ട്. അപ്പോൾ വീണ്ടും ഈ ജീവി വായു പിളർന്ന് വലുതാക്കുകയാണ്. അപ്പോൾ അതനുസരിച്ച് വായു വന്നു കഴിഞ്ഞിട്ട് വളരെ പെട്ടെന്ന് വായു പിളർന്നിരിക്കുന്ന സമയത്ത് ഹനുമാൻ സ്വാമി വളരെ ചെറുതായി വായിലൂടെ കടന്ന് തൻ്റെ ദൗത്യവുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അതായത് നമ്മളൊരു കാര്യം ചെയ്യാനായിട്ട് തീരുമാനിച്ച് ഉറച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തടസ്സങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും തടസ്സം പരമാവധി കൗശലത്തിലൂടെ അല്ലെങ്കിൽ അവിടെ ഒരു ബഹളം ഉണ്ടാക്കി നിൽക്കാതെ വേഗം അങ്ങോട്ട് കടന്നു പോവുകയാണ്. കടന്നു പോയി കഴിയുമ്പോഴത്തേക്കുമാണ് നമ്മളിങ്ങനെ വീണ്ടും ഹനുമാൻ സ്വാമി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഉണ്ടാവുന്ന കാരണം ലക്ഷ്യബോധത്തിൽ ഒരു ആത്മാർത്ഥത ഉണ്ടോ എന്ന് പരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ദേവന്മാർ ഇത്തരത്തിൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഹനുമാൻ സ്വാമി യാത്ര തുടർന്ന് കഴിയുമ്പോഴത്തേക്കും വീണ്ടും ഇങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്വാമി ആ ആകാശത്തിലൂടെ പറന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും വീണ്ടും ഓരോരോ വിഘ്നങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ വിഘ്നങ്ങളല്ല, അതിൽ മൈനാകപർവ്വതം പറക്കാൻ ശേഷിയുള്ള ഒരു പർവ്വതമാണ് മൈനാകപർവ്വതം. ഹനുമാൻ സ്വാമി ഇങ്ങനെ ഒരു വലിയൊരു ദൗത്യവുമായിട്ട് പോവുകയാണെന്നുള്ളത് ദേവലോകത്തും എല്ലായിടത്തും അറിഞ്ഞ സ്ഥിതിക്ക് അദ്ദേഹത്തിന് ഒരു ക്ഷീണം വരുമ്പോഴത്തേക്കും പറക്കാൻ ശേഷിയുള്ള പർവ്വതങ്ങളിൽ മൈനാകപർവ്വതം ആകെ ഉണ്ടായിരുന്നു. അപ്പോൾ പർവ്വതം ഉയർന്നു ചെന്നിട്ട് അവിടെ നിൽക്കുകയാണ്. എന്നിട്ട് ഹനുമാൻ സ്വാമിയോട് പറയുകയാണ്, നിങ്ങളൊരു കാര്യം ചെയ്യും, കുറച്ചു നേരമൊക്കെ വിശ്രമിച്ചിട്ടൊക്കെ ഇനി യാത്ര തുടർന്നാൽ മതി എന്ന് പറയുകയാണ്. അപ്പോഴും ഹനുമാൻ സ്വാമി പറയുന്നുണ്ട്, ഞാനൊരു ദൗത്യമായിട്ട് പോവുകയാണ്, എനിക്ക് വിശ്രമിക്കാനും ഭക്ഷണം കഴിക്കാനും ചായ കുടിക്കാനൊന്നും സമയമില്ല, ഞാൻ പോവുകയാണെന്ന് പറയാം. ഇത് തന്നെയാണ് നമുക്ക് വേണ്ടത്. നമ്മളൊരു തടസ്സം കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്ന് വിശ്രമിച്ച് കളയാം എന്ന് വിചാരിക്കുകയാണ്. നമ്മളൊരു ഒരു കാര്യത്തിന് പുറപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ഒരു ജോലി ചെയ്യുമ്പോൾ, ഒരു ബിസിനസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തനം ചെയ്യുമ്പോൾ, രാഷ്ട്രീയം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു സംഘടനാ പ്രവർത്തനം ചെയ്യുമ്പോൾ ഒക്കെ നമ്മൾ ഓർക്കുകയാണ്, കുറച്ച് നേരമൊക്കെ ജോലി ചെയ്ത് ഇനി ഇത്തിരി നേരം വിശ്രമിച്ച് കളയാം എന്ന് വിചാരിച്ചാൽ ആ ലക്ഷ്യത്തിൽ എത്തിയതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്. ലക്ഷ്യത്തിന് മുമ്പൊന്ന് വിശ്രമിച്ച് കളയാമെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല കാര്യങ്ങളും നടക്കാതെ പോകും. അപ്പോൾ സ്വാമി പറഞ്ഞു, വേണ്ട, ഞാൻ അങ്ങനെ നിൽക്കുന്നില്ല, ഞാൻ പോവുകയാണെന്ന് പറയുക. പോയി കഴിഞ്ഞിട്ട് അടുത്ത കാര്യം വീണ്ടും ഉണ്ടാവുകയാണ്. അപ്പോൾ ഈ രണ്ട് ഭാഗങ്ങളും കഴിഞ്ഞു. അതായത് ഒരു തടസ്സം ഉണ്ടായിരുന്നു, തടസ്സത്തെ അതിജീവിച്ചു, അത് കഴിഞ്ഞിട്ട് വിശ്രമിക്കണമെന്ന് പറഞ്ഞത് വീണ്ടും നമുക്കെതിരെ വളരെ ഭീകരമായ ഒരു അവസ്ഥയിലേക്ക് സമുദ്രത്തിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു പിശാചിൻ്റെ രൂപത്തിലുള്ള ഒരു ഭാഗത്തേക്ക് കടന്നു വരികയാണ്. അങ്ങനെ ഒരു സത്വത്തിൻ്റെ രൂപത്തിലായിട്ടുള്ള ഒരു രാക്ഷസി ആയിട്ടുള്ള ഒരാൾ ഹനുമാൻ സ്വാമിയുടെ നിഴലിനെ പിടിച്ചു വലിക്കുന്ന ഒരു ഭാഗവും കൂടി ഈ അവസ്ഥയിലേക്ക് വരുന്നത്. നമ്മുടെ യാത്രയിൽ ഈ രാക്ഷസി വരുന്നുണ്ടല്ലോ, സിംഹിക എന്ന് പറയുന്ന ഒരു രാക്ഷസി സമുദ്രത്തിൽ നിന്ന് ഉയർന്നു വന്നിട്ട് ഹനുമാൻ സ്വാമിയുടെ നിഴലിനെ പിടിച്ചു വലിക്കുന്നുണ്ട്. അപ്പം ഹനുമാൻ സ്വാമിക്ക് മനസ്സിലാവുന്നില്ല, മുന്നോട്ട് പോകാനായിട്ട് കഴിയുന്നില്ല. അപ്പോൾ സ്വാമി എന്താ ചെയ്യുന്നത്? സ്വാമി ഒരൊറ്റ ചവിട്ടിന് സിംഹികയെ കൊന്നു എന്നാണ് പറയുന്നത്. അതായത് നമുക്ക് തടുക്കാൻ പറ്റാത്തത്, അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രവർത്തനത്തിൽ വളരെ രീതിയിലുള്ള വിഘ്നങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിടണ്ട എന്നുള്ളൊരു നിലപാട് നമ്മൾ ചില സമയത്ത് എടുക്കേണ്ടി വരും. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നേരെ ഈ ഭാഗം അങ്ങോട്ട് ചെയ്യുന്നു. ഈ സിംഹികയെ ഒറ്റ ചവിട്ടിന് കൊന്നൊഴിവാക്കുന്നുണ്ട്. അങ്ങനെ സ്വാമി ലങ്കയിലെത്തുകയാണ്. ഹനുമാൻ സ്വാമി ലങ്കയിലെത്തുകയാണ്. ഹനുമാൻ സ്വാമിയുടെ ഇച്ഛാശക്തിയും ഭക്തിയും ഒരു കർമ്മത്തോടുള്ള ഒരു ആത്മാർത്ഥതയും ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് പോകുന്ന ഒരു ഭാഗമാണ് നമ്മൾ ഈ സുന്ദരകാണ്ഡത്തിൽ കാണുന്നത്. അപ്പോൾ സ്വാമി അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടെ ലങ്കയുടെ കാവൽക്കാരിയായിട്ടുള്ള അതിഭീകരിയായിട്ടുള്ള ഒരു രാക്ഷസി തടുക്കുന്നു. പക്ഷേ അവളെ ഒറ്റ അടിയാണ് കൊടുക്കുന്നത് ഹനുമാൻ സ്വാമി. ഒറ്റ അടി കൊടുക്കുന്നതോടുകൂടി ശാപമോക്ഷം ലഭിക്കുകയാണ് ആ ലങ്കാലക്ഷ്മിക്ക്. അപ്പോൾ ലങ്കാലക്ഷ്മി ശാപമോക്ഷം കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, പണ്ടൊരു ശാപം കിട്ടിയിട്ട് ഇങ്ങനെ എന്നിട്ടുണ്ട്, സീതയെ അന്വേഷിച്ച് ഇങ്ങനെ വരുമെന്നും ഒരു
വായുപുത്രനായ ഹനുമാൻ വരുമെന്നും ഹനുമാൻ നിന്നെ തല്ലിക്കഴിയുമ്പോൾ നിനക്ക് മോക്ഷം കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ലങ്കയിലേക്ക് കിടക്കാനുള്ള സൗകര്യം അതിലൂടെ ഹനുമാൻ സ്വാമിക്ക് ലഭിക്കുന്നു. ഹനുമാൻ സ്വാമി ജാമ്പവനൊക്കെ പറഞ്ഞതനുസരിച്ച് അല്ലെങ്കിൽ സാമ്പാജിയൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സീത അവിടെ തന്നെ ഉണ്ടെന്നുള്ളത് ഉറപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ അവർ പുറപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അന്വേഷിച്ച് കൃത്യമായി അശോകവനത്തിൽ ഖിന്നയായി ദുഃഖിതയായി രാമനെ മാത്രം ഓർത്തുകൊണ്ട് ഭജിച്ചുകൊണ്ടിരിക്കുന്ന സീതാദേവി, മഹാലക്ഷ്മിയായിട്ടുള്ള സീതാദേവിയെ ഭഗവാൻ ഹനുമാൻ സ്വാമി കാണുകയാണ്. അപ്പോൾ കാണുന്ന അവസ്ഥയിൽ ഉടനെ തന്നെ അങ്ങോട്ട് ചെല്ലാനൊന്നും പറ്റില്ലല്ലോ. ഒരാൾ അവിടെ നിൽക്കുന്നുണ്ട്, ഒരാളെ കാണാനായിട്ട് ചെന്നിരിക്കുകയാണ്. ഉടനെ തന്നെ ഓടി അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ലല്ലോ, പരിചയമില്ലാത്ത ഒരാളാണ്. അപ്പോൾ അതിനൊരു ഔചിത്യം വേണം. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഇപ്പോൾ സാധാരണ ചില ഓഫീസുകളിലേക്കൊക്കെ ചെല്ലുമ്പോൾ നമ്മളിങ്ങനെ പഠിപ്പിക്കുന്നില്ല, ഒന്ന് നോക്ക് ചെയ്തിട്ടൊക്കെ വേണം കയറി ചെല്ലാൻ, അല്ലെങ്കിൽ അങ്ങനെ എന്ന് പറയുന്ന മാതിരി ആളുടെ അനുവാദം കിട്ടിയിട്ടാണ് ഒരാളെ അല്ലെങ്കിൽ നമ്മൾ കാണേണ്ട ആളെ കാണാനായിട്ട് ചെല്ലുന്നത്. അതൊരു ഔചിത്യത്തിൻ്റെ ഭാഗമാണ്. അതും മനുഷ്യനെ പഠിപ്പിക്കുന്നൊരു കാര്യമാണ്. അങ്ങനെ സ്വാമി ഇങ്ങനെ ഒരു മരത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ത്രിജടയുടെയൊക്കെ ഇതോടുകൂടി രാവണൻ വളരെ എന്താ പറയുക, സുന്ദരനൊക്കെ ആയിട്ട് ഇങ്ങനെ വരികയാണ്. എൻ്റെ കൂടെ നീ വരണമെന്നൊക്കെ പറഞ്ഞ് വരികയാണ്. അപ്പോൾ സീതാദേവി, ഭഗവാനെ മാത്രം ഭജിച്ചുകൊണ്ടിരിക്കുന്ന സീതാദേവി അതിന് സമ്മതം മൂടുന്നില്ല, അല്ലെങ്കിൽ അതിനെ എതിർക്കുകയും ചെയ്യുമ്പോൾ വാളെടുത്ത് വെട്ടാൻ ശ്രമിക്കുന്നുണ്ട് രാവണൻ. അപ്പോൾ വാളെടുത്ത് വെട്ടാൻ ശ്രമിക്കുന്ന രാവണനെ എന്താ ചെയ്യുന്നത്, മണ്ടോതിരി പറയുന്നു അത് പാടില്ല, അതിനൊന്നും ഉദ്ധരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വരികയാണ്. എന്നിട്ട് പറയുകയാണ് ഇവളുടെ മനംമാറ്റം ഉണ്ടാക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെയുള്ള തോഴിമാരെയൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചുകൊണ്ട് പോകുമ്പോൾ അപ്പോൾ കൃത്യമായി ഹനുമാന് മനസ്സിലാവുന്നുണ്ട് ഇത് സീതാദേവി തന്നെയാണ് അവിടെ ഇരിക്കണമെന്ന് ഹനുമാന് മനസ്സിലാവുകയാണ്. അപ്പോൾ അത് മനസ്സിലായതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. പെട്ടെന്ന് ചാടി ചെന്നിട്ട് ഞാൻ ഹനുമാനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്നൊരവസ്ഥ എന്ന് പറയുന്നത് സീതാദേവി ആകെ ഭയന്നിരിക്കുകയാണ്. ആരാണെന്നറിയാതെ എന്തെങ്കിലും പ്രശ്നങ്ങളാവും എന്നുള്ളത് കൊണ്ട് അങ്ങനെ അതിൻ്റെ മുകളിൽ ഇരുന്നു കൊണ്ട്, മരത്തിൻ്റെ മുകളിൽ ഇരുന്നു കൊണ്ട് വാനരസേനയുമായിട്ടുള്ള സഖ്യത്തെക്കുറിച്ചും അതുപോലെ തന്നെ വാനരരുമായിട്ടുള്ള സംഭാഷണത്തെക്കുറിച്ചും ശ്രീരാമചന്ദ്രൻ്റെ മഹത്വങ്ങളൊക്കെ വർണ്ണിച്ചുകൊണ്ട് ഹനുമാൻ സ്വാമി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് സീതാദേവി ചോദിക്കുന്നത്, ഇതാരാണ് എൻ്റെ ഭർത്താവിനെ കുറിച്ചിട്ട് ഇത്ര നല്ല രീതിയിലൊക്കെ പറയുന്ന ആരാണ്, എന്തായാലും നല്ല ആളാണല്ലോ വരൂ എന്ന് പറയുമ്പോൾ ഹനുമാൻ സ്വാമി അവിടെ എത്തി സീതാദേവിയെ ഒന്നിച്ച് കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഞാനിങ്ങനെ ഇന്ന സ്ഥലത്ത് നിന്ന് ഇങ്ങനെ വരികയാണ്, നിങ്ങളെ അന്വേഷിച്ച് അല്ലെ സീതാദേവി അന്വേഷിച്ച് ഇങ്ങനെ ആളുകൾ വരുന്നുണ്ട്, അപ്പം ഞങ്ങൾ അത് കൃത്യമായി അറിയുന്നതിന് വേണ്ടിയാണ് ഇവിടെ വന്നതെന്ന് എല്ലാ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. അങ്ങനെ ഇത് ഉറപ്പിക്കുന്നതിന് വേണ്ടി മോതിരം ഭഗവാൻ അടയാളത്തിനായി നൽകിയിട്ടുള്ള മോതിരം കൊടുക്കുന്നു. അതിന് പകരമായിട്ട് സീതാദേവി തൻ്റെ ചൂടാമണി, ഭഗവാനെ ഏറ്റവും കൂടുതൽ ഭക്തിയോടെ ഭഗവാൻ എന്നെ പോലെ തന്നെ വിചാരിച്ചിരുന്ന ചൂടാമണി, തലയിൽ ചൂടിയിരുന്ന ആ ചൂടാമണി സീതയെ കണ്ടു എന്നുറപ്പിക്കുന്നതിന് വേണ്ടി ഹനുമാൻ സ്വാമിയെ ഏൽപ്പിക്കുന്നു. ഏൽപ്പിച്ചതിന് ശേഷം ദൗത്യം പൂർത്തിയായി. നമ്മളൊരു കാര്യത്തിന് ഒരു അജണ്ടയുമായി ഇറങ്ങി കാര്യങ്ങൾ ഭംഗിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് നമ്മളെ ഈ കാര്യത്തിൽ എതിർത്തവരെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കൈകാര്യം ചെയ്താൽ കൊള്ളാം എന്ന് നമുക്ക് തോന്നിയാൽ അതിൽ വലിയ തെറ്റില്ല എന്ന് പരാമർശിക്കുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ചെല്ലുകയാണ്. ചെന്നിട്ട് ലങ്കയിലെ രാവണൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ രാവണൻ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ ഇയാളാണ് വന്നിട്ടുള്ളത്, കാര്യങ്ങളൊക്കെ അറിയുന്ന ഒരു വാനരനാണ്. അപ്പോൾ വാനരന് അതിൻ്റെ ഇടയ്ക്ക് മറ്റൊരു സംഭവം നടക്കുന്നുണ്ട്. ഇത് ഇങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരുമ്പോഴത്തേക്കും ഈ നമ്മുടെ അക്ഷയകുമാരനെ രാവണൻ പറഞ്ഞയക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ അക്ഷയകുമാരനെ വധിക്കുന്നുണ്ട്. അപ്പോൾ വധിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഇന്ദ്രജിത്താണ് വരുന്നത്. ഇന്ദ്രജിത്ത് വന്ന് ഹനുമാൻ സ്വാമിയൊന്നും അങ്ങനെ ആർക്കും എന്താ പറയുക കീഴ്പ്പെടുത്താൻ കഴിയുന്ന ഒരു ആളല്ലല്ലോ ഹനുമാൻ സ്വാമി. അജയ്യനായിട്ടുള്ള ശക്തനായിട്ടുള്ള ഹനുമാൻ സ്വാമിയൊന്നും ആർക്കും കീഴ്പ്പെടുത്താൻ കഴിയില്ല. പക്ഷേ ഇന്ദ്രജിത്ത് എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുക. അപ്പം ബ്രഹ്മാസ്ത്രത്തെ വന്നിച്ചുകൊണ്ട് ഹനുമാൻ സ്വാമി പിടികൊടുക്കുകയാണ്. പിടികൊടുത്തതിന് ശേഷം
സദസ്സിൽ കൊണ്ടുവരുന്നു. രാവണനുമായിട്ടുള്ള സംവാദം നടക്കുന്നു. സംവാദം നടക്കുന്ന സമയത്ത് ആളെ ഈ ആളെ അങ്ങ് കൊന്നുകളയാനായിട്ട് തീരുമാനിക്കുമ്പോഴാണ് വിഭീഷണൻ രംഗത്ത് വരുന്നത്. വിഭീഷണൻ, ആ കഥയെല്ലാം നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. വിഭീഷണൻ പറയുന്നു, ഇങ്ങനെ ഒരു ആളെ നമ്മൾ ഒന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ദൂതനായിട്ടുള്ള വന്നിട്ടുള്ള ആളെ ഒന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇയാളെ വിട്ടയക്കാമെന്ന് പറയുന്നു. പക്ഷേ പറ്റില്ല എന്ന് പറയുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വാനരൻ്റെ വാലിലാണ് ശക്തി എന്ന് പറഞ്ഞ് വാലിൽ പന്തം പോലെ തുണി ചുറ്റുന്നു. അങ്ങനെ ഒരുപാട് തുണി ചുറ്റേണ്ട അവസ്ഥ വരുന്നു. വാല് വലുതാക്കുന്നു. അതിനുശേഷം ലങ്കാദഹനം നടത്തുന്നു. ലങ്കയിൽ എല്ലായിടത്തും തീയിട്ടിട്ടാണ് ഹനുമാൻ സ്വാമി തിരിച്ചു വരുന്നത്. അതിൽ വിഭീഷണൻ്റെ കൊട്ടാരവും സീതാദേവി നിൽക്കുന്ന ഉദ്യാനവും ഒഴിച്ച് ബാക്കിയുള്ള മുഴുവൻ സ്ഥലവും അഗ്നിക്കിരയാക്കി ലങ്കാദഹനം നടത്തി, ലങ്കാമർദ്ദനം നടത്തി ഹനുമാൻ സ്വാമി തിരിച്ചു വരുമ്പോൾ ഈ ഇക്കരയിൽ കാത്തിരിക്കുന്ന, സമുദ്രതീരത്ത് കാത്തിരിക്കുന്ന ആളുകൾ ദൂരെ നിന്ന് വലിയ ശബ്ദത്തോടുകൂടി ഹനുമാൻ സ്വാമി വരുന്നത് കാണുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവുന്നുണ്ട് ദൗത്യം വിജയിച്ച് സന്തോഷത്തോടുകൂടി വരുന്ന ഹനുമാൻ സ്വാമിയെ കാണുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളൊരു ദൗത്യം ഏറ്റെടുത്താൽ ആ ദൗത്യം പൂർത്തീകരിക്കുന്നതിന് മുമ്പായി മറ്റു കാര്യങ്ങളൊന്നും ചിന്തിക്കരുത്. നമ്മുടെ ലക്ഷ്യപ്രാപ്തിക്കായിട്ടുള്ള ശ്രമമാണ് നടത്തേണ്ടത് എന്ന് മനുഷ്യനെ ഉദ്ബോധിപ്പിക്കുക. നമ്മളൊരു കാര്യത്തിന് ഇടപെടുമ്പോൾ ആ കാര്യം പൂർത്തീകരിക്കാനുള്ള ആ മനസ്സ്, ഇച്ഛാശക്തി, ഇത് നമുക്ക് നിർബന്ധമായിട്ടും വേണം. അത് പൂർത്തീകരിക്കുന്നത് വരെ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഒരു ദൈവനിയോഗം എന്നുള്ള നിലയ്ക്ക് നമ്മൾ നീങ്ങുമ്പോൾ ഭക്തിയോടുകൂടിയും സത്യസന്ധതയോടുകൂടിയും നമ്മൾ മുന്നോട്ട് പോകാനായിട്ടുള്ള ശ്രമം നടത്തണം. പിന്നെ നമ്മളെ വിശ്വസിക്കുന്നവരെ നമ്മൾ അവിശ്വസിക്കുന്ന ഒരു നിലപാടുണ്ടാവാൻ പാടില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം നമ്മളെ വിശ്വസിച്ചുകൊണ്ട് ഓരോരുത്തർ പറയുന്നുണ്ടല്ലോ, ഇതിൽ ഓരോ കഥാപാത്രങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ആ അവിശ്വസിക്കുന്ന ഭാഗം, അതായത് അന്ധമായി ചില ആളുകളെ കാണുമ്പോൾ ചിലർക്ക് തോന്നും, ഇവൻ ആൾ ശരിയല്ല, ഇവനെ ഒന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല എന്നൊക്കെ തോന്നും. അപ്പോൾ നമ്മൾ ആത്മാർത്ഥതയും വിശ്വാസവും ഒക്കെ വേണം. അത് പരസ്പരമായി എല്ലാവർക്കും ഉണ്ടാവുമ്പോഴാണ് ഈ ലോകത്ത് നന്മ ഉണ്ടാവുക. അപ്പോൾ നമ്മളെ ചതിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവാം. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ചതിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ പിന്നിൽ നിന്ന് വലിക്കുന്ന രാക്ഷസിയെക്കുറിച്ച് പറഞ്ഞല്ലോ ഭഗവാന്റെ യാത്രയിൽ. അറിയാതെ പിന്നിൽ നിന്നാണ് വലിക്കുന്നത്. അപ്പോൾ അവർ ഒരു ഒറ്റ ചവിട്ടിനാണ് ഹനുമാൻ സ്വാമിയെ ഒഴിവാക്കുന്നത് എന്ന് പറയുന്നത് പോലെ നമ്മളെ പിന്നിൽ നിന്ന് വലിക്കാനൊക്കെ ഉണ്ടാവും, നമ്മളെ സഹായിക്കാൻ ആളുകളുണ്ടാവും. പക്ഷേ ഇതെല്ലാം ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളാണ് എന്ന് ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ രാമായണത്തിലെ ഈ ഭാഗം വർണ്ണിച്ചിട്ടുള്ളത്. അതായത് ഒരു ഭക്തൻ്റെ സേവനം, ശ്രീരാമചന്ദ്രനോടുള്ള ഭക്തൻ്റെ അദമ്യമായ സേവനം. ഭക്തൻ്റെ സേവനം എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ വലിയ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുമ്പോൾ ആ സ്ഥാപനത്തിലെ മേലധികാരിയോടുകൂടി ചെയ്യുന്ന ഒരു ആത്മാർത്ഥതയും സേവനവും, നമ്മൾ രാജ്യത്തെ പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജനങ്ങളോട് ചെയ്യുന്ന സേവനം, ഇതെല്ലാം ഇത്തരത്തിലുള്ള സേവനത്തിൻ്റെ അല്ലെങ്കിൽ എന്താ പറയുക മറ്റേ ഭക്തിയുടെ ഒക്കെ ഭാഗമായിട്ട് തന്നെ കാണേണ്ടി വരും. കാരണം നമ്മളൊരു കാര്യം ഏറ്റെടുത്താൽ ആ സേവനം ചെയ്യാൻ തീരുമാനിച്ചുറച്ചാൽ ആ സേവനം ചെയ്യണമെന്നുള്ളതാണ്. ആ സേവനത്തിൽ നിന്ന് നമ്മൾ മാറി നിൽക്കാനല്ല, വെറുതെ തട്ടിപ്പിന് വേണ്ടി നിൽക്കാൻ പാടില്ല. അപ്പം അതുകൊണ്ട് ആ സേവനം ചെയ്യാനായിട്ട്, ആത്മാർത്ഥതയോടുകൂടി സേവനം ചെയ്യാനുള്ള മനസ്സ്, സത്യസന്ധത, ഇതൊക്കെ വേണമെന്ന് ഉത്ബോധിപ്പിക്കുന്നതാണ് ഈ ഭാഗത്തുള്ള ഈ സുന്ദരകാന്ഡത്തിലൂടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ മറ്റെന്തിനേക്കാളേറെ ഈ ഭാഗത്ത് ഹനുമാൻ സ്വാമി തിളങ്ങി നിൽക്കുകയാണ്. അതായത് വളരെ ഈ സുന്ദരകാന്ഡത്തിൽ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ രാമായണത്തിലെ ശ്രീരാമചന്ദ്രനോടൊപ്പം തന്നെ നിൽക്കുന്ന രീതിയിലേക്ക് ഹനുമാൻ സ്വാമിയുടെ ശക്തിയും ബുദ്ധിയും ഭക്തിയും സേവനവും ആത്മാർത്ഥതയൊക്കെ ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പ്രവൃത്തിയിൽ, നമ്മുടെ കർമ്മത്തിൽ ആത്മാർത്ഥതയോടെ ചെയ്യണം എന്ന് ബോധിപ്പിക്കുന്ന തരത്തിലേക്കാണ് ഈ ഭാഗം രാമായണത്തിൽ കാണുന്നത്. എന്തായാലും ഇനി യുദ്ധകാന്ഡത്തിലേക്ക് നമുക്ക് കടക്കേണ്ടതുണ്ട്. അപ്പോൾ എൻ്റെ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ല ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ജയ് ശ്രീറാം. ജയ് ശ്രീറാം.